സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിൻ്റെ ദൂതരെ, വല്ലാഹി ഇന്നീ ലഉഹിബ്ബുക, എനിക്ക് തങ്ങളോട് പെരുത്ത ഇഷ്ടമാണ്. അബ്ദുല്ലാഹിബ്നു മുഗഫൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖാല റജുലുൻ ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാ റസൂലല്ലാഹി വല്ലാഹി ഇന്നീ ലഉഹിബ്ബുക, അല്ലയോ അല്ലാഹുവിൻ്റെ തിരുദൂതരെ, എനിക്ക് തങ്ങളോട് വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉൻളുർ മാ തഖൂൽ, മാദാ തഖൂൽ, എന്താ മോനെ നീ പറഞ്ഞതെന്ന് മനസ്സിലായോ? വല്ലാഹി ഇന്നീ ലഉഹിബ്ബുക, എനിക്ക് തങ്ങളോട് വലിയ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? സലാസ മറാത്ത്, 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചു ചോദിച്ചു, പറയുന്നത് എന്താണെന്ന് ബോധ്യമുണ്ടോ? അപ്പോഴെല്ലാം ആ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി ഇന്നീ ലഉഹിബ്ബുക, എനിക്ക് തങ്ങളോട് വലിയ ഇഷ്ടമാണ്. 3 പ്രാവശ്യം ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ ഫഅഇദ്ദ ലിൽ ഫഖരി തിജ്ഫാഫാ, മോനെ ദാരിദ്ര്യത്തെ തടുക്കാനുള്ള പരിച റെഡിയാക്കിക്കോ, ദാരിദ്ര്യത്തെ നേരിടാൻ റെഡിയായിക്കോ മോനെ. എന്നോടുള്ള പ്രണയം പരീക്ഷണമാണ്, എന്നോടുള്ള ഇഷ്ടം പൂന്തോട്ടമാണ്, വന്നോളൂ എന്നല്ല. എന്നോടുള്ള ഇഷ്ടം സുഖവാസ കേന്ദ്രമാണ്, വരാനെന്നല്ല. എന്നോടുള്ള ഇഷ്ടം എന്ന് നിങ്ങൾ പറഞ്ഞത് റെഡിയെങ്കിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം പ്രതീക്ഷിച്ചോളൂ, കടുത്ത ദാരിദ്ര്യം നേരിടാൻ റെഡിയായിക്കോളൂ. എന്നിട്ട് പറഞ്ഞു, ആ ദാരിദ്ര്യം എത്രയാണെന്നറിയുമോ? എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കുള്ള ദാരിദ്ര്യം മിനസ്സൈലി ഇലാ മുൻതഹാ. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, പ്രളയം തുടങ്ങിയാൽ വെള്ളം അതിൻ്റെ എൻഡിലേക്ക് എത്തുന്നത് എത്ര വേഗമാണോ, അതുപോലെ എന്നെ ഇഷ്ടം വെക്കുന്നവർക്ക് ദാരിദ്ര്യം വന്ന് പിടിക്കും, പരീക്ഷണങ്ങൾ വരും. അതുകൊണ്ടാണ് ആദ്യം ചോദിച്ചത്, ഫൻദുറു മാദാ തഖൂൽ, ആലോചിച്ചു പറഞ്ഞാൽ മതി. നമ്മൾ പരീക്ഷണങ്ങളിലൂടെ അല്ലാതെ പ്രണയത്തിന്റെ മധുവിലേക്ക് എത്തുകയില്ല. ഒരുപാട് പ്രയാസങ്ങൾ വിശ്വാസികൾക്ക് ലോകത്തുണ്ടാകും. അടുത്തയിടയിൽ മുഅല്ലിമീങ്ങളുടെ ദാരിദ്ര്യത്തെ കുറിച്ചാണ് ചർച്ച. അവിടെ കുറച്ചു കാര്യം പറയാനുണ്ട്. എന്റെ മുഅല്ലിം സഹോദരന്മാരോട് പറയട്ടെ, നമ്മൾ അല്ലാഹുവിന്റെ ഇൽമിന്റെ സേവനം തെരഞ്ഞെടുക്കുന്നത് ഇവിടെ മാളിക കെട്ടാമെന്ന ലക്ഷ്യത്തോടെയാണെങ്കിൽ ലക്ഷ്യം റെഡിയായിട്ടില്ല. ഇവിടെ പലതും ത്യജിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനാണ്. മറ്റു പല ജോലിയും ചെയ്യാൻ ആരോഗ്യമുണ്ടായിരിക്കെ, ഗൾഫിലേക്ക് പോയാൽ സമ്പത്ത് സമാഹരിക്കാൻ അവസരമുണ്ടായിരിക്കെ, നമ്മൾ ഇൽമിന്റെ ഖിദ്മത്ത് തെരഞ്ഞെടുക്കുന്നത് ലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ലളിതമായ ജീവിതത്തെ നാളത്തെ പ്രൗഢമായ ജീവിതത്തിന് വേണ്ടി തെരഞ്ഞെടുത്തവരാണ്. പിന്നെ നമ്മൾ പ്രാരാബ്ധം പറഞ്ഞ് പരിഭവപ്പെടാൻ പാടില്ല. ചില ആളുകൾ പറയും 2 മണിക്കൂറല്ലേ മദ്രസയുള്ളൂ എന്ന്. ഒരാൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയം മാത്രമല്ല ഇൽമു കൊണ്ട് വ്യാപൃതനാവേണ്ടത്. നമ്മുടെ ജീവിതം ഇൽമിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണെങ്കിൽ
2 മണിക്കൂർ ക്ലാസ് എടുക്കാൻ ചിലപ്പോൾ 20 മണിക്കൂർ പഠിക്കേണ്ടി വരും. അതനുസരിച്ചുണ്ടാകും ക്ലാസിന്റെ മൂല്യം. ഞങ്ങളുടെ ഗുരുവര്യരായ ബുഖാരി ദഅവാ കോളേജിൽ ഏറെ കിതാബുകളും ഞങ്ങൾക്ക് ഓതിത്തന്ന ബഹുമാനപ്പെട്ട മുതുവല്ലൂർ സി അബ്ദുറഹ്മാൻ ഉസ്താദ് അവർകൾ, അല്ലാഹു അവിടുത്തെ പദവികൾ ഉയർത്തിക്കൊടുക്കട്ടെ. ആണ്ടിന്റെ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. ഉസ്താദ് അവർകൾ ബഹുമാനപ്പെട്ട കൈപ്പറ്റ ബീരാൻകുട്ടി ഉസ്താദ് അവറുകളുടെ അടുക്കൽ ഓതിയവരും അവിടുന്ന് എഴുതി നന്നാക്കിയ കിതാബുകൾ മുഴുവനും പകർത്തിയവരും ഓതിയ കിതാബുകൾ മുഴുവനും തഅലീഖ് എഴുതിയവരും റഈസുൽ ഉലമ ഉസ്താദിന്റെയും സുൽത്താനുൽ ഉലമ ഉസ്താദിന്റെയും ഒപ്പം ചാലിയത്ത് ദർസിൽ ബഹറുൽ ഉലൂം ഉസ്താദിന്റെ അടുക്കൽ ഓതിയിരുന്നവരും ഒക്കെയാണ്. മഹാനവറുകൾ ഏതു കിതാബ് ദർസെടുക്കാൻ ഒരുങ്ങിയാലും 100 വട്ടം ഓതിക്കൊടുത്തതാണെങ്കിലും ഒന്ന് മുതാലഅ ചെയ്ത് നോക്കിയിട്ടല്ലാതെ മഹാനവറുകൾ ദർസെടുത്തിരുന്നില്ല. എല്ലാ സമയവും ഇൽമു കൊണ്ട് ജോലിയാണ്. ആ ജീവിതം മുഴുവനും ഇൽമു നിറഞ്ഞ ജീവിതമായിരുന്നു. 2 പേരുടെ ക്ലാസ് ഉണ്ടെന്ന് വെച്ച് ബാക്കി സമയം ഉറങ്ങുകയല്ല. അവർ അൽ ഇസ്തിഗാലു ബിൽ ഇൽമി, ഇൽമു കൊണ്ടുള്ള ജോലിയിൽ തന്നെ. അതുകൊണ്ട് മുഅല്ലിം സഹോദരന്മാരോട് പറയാനുള്ളത്, നമ്മൾ ഇവിടുത്തെ മാളിക ചെറുതായാലും നാളത്തെ പരലോകത്തെ മാളികയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണെങ്കിൽ നമ്മൾ ആ നിയത്തിൽ തന്നെ ഉറച്ചു നിന്നാൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മളെ അല്ലാഹു കൈവിടുകയില്ല. ഇനി ചില ആലിമീങ്ങളുണ്ട്, അവർ ഇൽമിന്റെ സേവന മേഖല സൗജന്യമായി നിർവഹിക്കുകയും ഉപജീവനത്തിന് വേണ്ടി ഹലാലായ ജോലികൾ കച്ചവടങ്ങൾ ചെയ്തിരുന്നവരുമുണ്ട്. അങ്ങനെയുള്ള വഴിയും നമുക്ക് സ്വീകരിക്കാം. പക്ഷേ നമ്മൾ ആരുടെയും മുന്നിൽ ഞാൻ മുഅല്ലിമായതുകൊണ്ട് ഇങ്ങനെയായിപ്പോയി, ഞാൻ മൗലിയാരായതുകൊണ്ട് ഇങ്ങനെയായിപ്പോയി എന്ന ഒരു പരിഭവം വന്നാൽ നമുക്കെവിടെയോ വീക്ഷണം വ്യത്യാസം വന്നുപോയി. ഒന്നുകിൽ മുഴുവൻ സമയവും അല്ലാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് ആഖിറത്തെ കണ്ടുകൊണ്ട് ഇൽമിന്റെ വഴിയിൽ ഇറങ്ങണം. അല്ലാഹു കൈവിടുകയില്ല. ഇവിടെ പല പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതാണ്, നിങ്ങൾ എന്നെ ഇഷ്ടം വെക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് പരവതാനി തരാമെന്നല്ല, നിങ്ങൾക്ക് പരീക്ഷണമുണ്ടെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ മാളിക കെട്ടാൻ പൊന്ന് നിറഞ്ഞ മല കാത്തു നിൽക്കുന്നപ്പോൾ ഈ തപ്പനയുടെ കുടിലിൽ താമസിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉഹദ് മലയുണ്ട്, പൊന്ന് നിറഞ്ഞു നിൽക്കുകയാണ്, വരാമെന്ന് പറഞ്ഞ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഈ തപ്പനക്കുടിലിൽ കിടന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതായിരുന്നു ആഖിറത്തിലെ വലിയ കൊട്ടാരം കണ്ടുകൊണ്ട് ഇവിടത്തെ കൊട്ടാരം വേണ്ട എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുഇസ്തു മുഅല്ലിമാ, ഞാൻ മുഅല്ലിമായി നിയോഗിക്കപ്പെട്ട ആളാണ്. ഞാൻ ഈ പറഞ്ഞ വിഷയം ഒരു പോയിന്റിലേക്ക് എത്തി അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രണയം ഒരു പരീക്ഷണമാണ്. മഹാനായ ഉസ്താദ് അവറുകൾ ആത്മീയ വഴി തെരഞ്ഞെടുത്തപ്പോൾ ആ ജീവിതത്തിലും പരീക്ഷണങ്ങൾ ഉണ്ടായി. അവിടുത്തെ പ്രിയപ്പെട്ട മകൻ കൊല്ലപ്പെട്ടു. അതെത്രമേൽ ഭാരമുള്ള ഒരു വേദനയാണ്. അത് കടിച്ചിറക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം പ്രീതിയും പ്രണയവും പ്രമേയമാക്കിയ ഒരു മഹാന് ഈ ലോകത്ത് അതുപോലെ പല പരീക്ഷണങ്ങളും ഉണ്ടാവാം. അതിൽ നിന്ന് മഹാൻ അവറുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? അതും മുഹിബ്ബീങ്ങൾ ഈ ലോകത്ത് നേരിടുന്ന വ്യത്യസ്ത പരീക്ഷണങ്ങളിൽ ഒന്നാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം നാടുവിടേണ്ടി വന്നു.
കുടുംബത്തെ ഒരു തരുവില്ലാത്ത, ഒരു തുള്ളി വെള്ളം പോലുമില്ലാത്ത താഴ്വരയിൽ ഇട്ടേച്ച് പോകേണ്ടി വന്നു. കാത്തുകാത്തിരുന്ന് കിട്ടിയ കുഞ്ഞിനെ അറുക്കാൻ അല്ലാഹു തആല പറഞ്ഞപ്പോൾ വൈമനസ്യമില്ലാതെ സന്നദ്ധത അറിയിക്കേണ്ടി വന്നു. അത് പ്രണയത്തിന്റെ പരീക്ഷണമാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുമ്പോൾ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടം വെക്കുന്നുണ്ട്, അതേ ആ ഇഷ്ടത്തിന്റെ ഭാഗമാണ് എന്നോടുള്ള ഇഷ്ടം. എന്നിട്ട് പറഞ്ഞു മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. ഒരാളുടെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം ചേർന്നു നിന്നാൽ അല്ലാഹു തആല അവരെ നരകത്തിന് നിഷിദ്ധമാക്കുമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, രാജാതിരാജനായ അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരട്ടെ. അറിയുമോ, ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട ഫദ്ലുൽ ഹഖ് തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കുകയായിരുന്നു. കുണ്ടൂർ ഉസ്താദ് അവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയല്ല, പാടുകയല്ല, ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് അനുഭവിക്കുകയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവരൊന്ന് എത്തുന്നിടത്തെല്ലാം ചൊല്ലുന്നത് മദ്ഹാണ്. അറബിയിലുള്ള ബുറുദ നമ്മൾ ചൊല്ലുന്നുണ്ട്, ലക്ഷോപലക്ഷം മനുഷ്യർ ചൊല്ലുന്നുണ്ട്. എന്നാൽ ഉറുദുവിലുള്ള ബുറുദ എല്ലാ ദിവസവും കോടിക്കണക്കിന് മനുഷ്യർ ചൊല്ലുന്നുണ്ട്. അതുപോലെ ഒരു ഭാഗ്യം ലോകത്തൊരു കവിതയ്ക്കും ലഭിച്ചതായി കാണുന്നില്ല. ബുറുദ പോലും അത്രയേറെ ആളുകൾ നിത്യേന ചൊല്ലുന്നില്ല. ഏതാണ് ഉറുദുവിലെ ബുറുദ? മുസ്തഫ ജാൻ റഹ്മത്ത് പേ ലാഖോ സലാം, ശംഅ ബസ് മേ ഹിദായത്ത് പേ ലാഖോ സലാം. കാരുണ്യത്തിന്റെ ജീവനേ ലക്ഷോപലക്ഷം സലാം, ഹിദായത്തിന്റെ ലോകമേ ലക്ഷോപലക്ഷം സലാം. ഇത് ചൊല്ലിയിട്ട് മഹാനായ ഇമാം അവർകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവിടുത്തെ തിരുശരീരത്തിലേക്ക് നോക്കി. എന്നിട്ട് അവിടുത്തെ തിരുശിരസിലുള്ള രോമങ്ങൾക്ക് ലക്ഷോപലക്ഷം സലാം. ജിസ് തറഫ് ഉഡ് ഗയി ദം മേ ദം ആ ഗയാ, ഉസ് നിഗാഹേ ഇനായത്ത് പേ ലാഖോ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടേക്കൊന്ന് നോക്കിയാലും ആ നോക്കിയ ഇടം അനുഗ്രഹീതമായി മാറി. ആ നോട്ടത്തിനു ലക്ഷം സലാം. അവിടുത്തെ പുരികമാലോചിക്കുമ്പോൾ നൂനിയുൽ ഹവാജിബി, ആ നൂന് പോലെയുള്ള പുരികം കാണുമ്പോൾ ആ പുരികത്തിന് ലക്ഷം സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടപ്പ് ശമായിലുകൾ എഴുതിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോൾ കന്നഹു യഖ്ലഉ റിജ്ല വയദഉഹാ, ചടുലമായ നടത്തമാണ്. അവിടുന്ന് കാല് വലിച്ചിഴച്ചു നടക്കാറില്ല. ഓരോ ചുവടും ഉയർത്തിവെക്കുന്ന നടത്തമാണ്. ആ നടത്തത്തിനു ലക്ഷം സലാം.
പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആംഗ്യത്തിനു ലക്ഷം സലാം, ഇരിപ്പിന് ലക്ഷം സലാം, കിടപ്പിനു ലക്ഷം സലാം, ശബ്ദത്തിനു ലക്ഷം സലാം, മൗനത്തിനു ലക്ഷം സലാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ അവസ്ഥാന്തരങ്ങൾക്കും ലക്ഷോപലക്ഷം സലാം എത്തിയപ്പോൾ മഹാനവറുകൾ അല്ലാഹുവിൽ ലയിച്ചു ചേർന്നുപോയി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ലയിച്ച് അല്ലാഹുവിലേക്ക് ചേരുന്ന അബ്ദുൽ മുസ്തഫ എന്ന വിലാസം എഴുതുന്ന ആളായി മാറി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വരെ പരിശോധിച്ചു നോക്കിയാൽ ഖുർആനിന്റെ നസ്സ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യങ്ങളാണോ കൂടുതൽ, ഹദീസിലൂടെ വന്ന കാര്യങ്ങളാണോ കൂടുതൽ? സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് ചൊല്ലാൻ ഖുർആനിലല്ലല്ലോ വന്നത്. സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറയാൻ ഖുർആനിലല്ലല്ലോ വന്നത്. ആരോ ആളുകൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കാരത്തിൽ ഓർത്തുപോയാൽ അബദ്ധമാണെന്ന്. എന്നാൽ അല്ലാഹു അക്ബർ എന്ന് കൈ ഉയർത്തിയിട്ട് കിട്ടുമ്പോ എവിടെയായിരുന്നു പുണ്യപ്രഭു കൈ ഉയർത്തുമ്പോൾ വെച്ചിരുന്നത് എന്ന് ആലോചിച്ചിട്ടല്ലാതെ ഒരാൾക്ക് കൈ കെട്ടാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറന്നുകൊണ്ട് എങ്ങനെയാണ് ഒരാൾ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക? വജ്ജഹത്ത് ചൊല്ലുമ്പോൾ വജ്ജഹത്തിന്റെ പൂർണ്ണമായ വാചകം ആര് പഠിപ്പിച്ചു തന്നു എന്ന് ചോദിച്ചാൽ അത് ഖുർആനിൽ വന്നതല്ലല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴി ചേർന്നതാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കാതെ എങ്ങനെയാണ് ഇഫ്തിതാഹിന്റെ ദുആ ചൊല്ലുക? അങ്ങനെ നിസ്കാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ലയിച്ചു നിന്നുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്ന കർമ്മത്തിന്റെ പേരാണ് അസ്സലാ. 5 നേരത്തെ നിസ്കാരം. അതുകൊണ്ടാണ് പറഞ്ഞത് സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. നിസ്കാരം അല്ലാഹുവിനുള്ള ഇബാദത്താണ്. പക്ഷേ എന്നെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാതെ നിങ്ങൾക്ക് നിസ്കാരം പൂർത്തിയാവില്ല. ഇത് മാത്രം പറയാൻ ഇവിടെ നിന്ന് രാവിലെ വരെ സംസാരിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളിൽ ചേർത്ത് സ്നേഹിക്കാനുള്ള മെസ്സേജ് നൽകിയ മഹാന്മാരെ ഓർക്കുന്ന മാസമാണ്. അതിൽ മലയാള മണ്ണ് കണ്ട ആശിഖുർ റസൂലിന്റെ ചാരത്ത് നിൽക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ക് ചേർത്ത് നിറച്ചു തരണേ അല്ലാഹ്. സദസ്സിലുള്ളവർക്ക് പ്രയാസമില്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഓ മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേവലം ഒരു നേതാവല്ല, നമ്മുടെ ഓരോ ചലനങ്ങളെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാവാണ്. നമ്മുടെ ഓരോ നീക്കുപോക്കുകളെയും കണ്ടുകൊണ്ടിരിക്കുന്ന നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാൻ കാണുന്നതാണ്. അതേ, തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എനിക്ക് വെളിവാക്കപ്പെടും. ഇൻ വജദ്തു ഖൈറാ, നിങ്ങൾ നന്മ ചെയ്യുന്നത് ഞാൻ കണ്ടാൽ എനിക്ക് സന്തോഷമാണ്, അല്ലാഹുവിനെ സ്തുതിക്കുന്നതാണ്. നമ്മൾ നന്മ ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ കൽപ്പനയെ അനുസരിക്കുന്നതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷം കൂടി മനസ്സിൽ കാണണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ വരുന്ന റബീഉൽ അവ്വൽ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കാൻ
പഠിക്കാനുള്ള മാസമാണ്, അറിയാനുള്ള മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ശമാഇൽ നന്നായി പഠിച്ച് അവിടുത്തെ ഇരിപ്പും അവിടുത്തെ കിടപ്പും അവിടുത്തെ നടപ്പും എല്ലാം മനസ്സിലാക്കിയെടുക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി. ഒരാളെന്നെ കനവിൽ കണ്ടാൽ അത് ഞാൻ തന്നെയാണ്. ഇബ്നു സിരീൻ തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരിയായ വസ്ഫുകളോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുമ്പോൾ ഫഖദ് റആനി, എന്നെ തന്നെയാണ് കണ്ടത്. ഫലാ യതമസ്സലു ശൈത്വാനു ബി, എന്റെ രൂപം പ്രാപിക്കാൻ പിശാചിന് സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും പിശാചിന് വരാൻ കഴിയില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങളെ അവിടുത്തെ എല്ലാ മഹത്വങ്ങളോടെയും കാണാൻ പൂതി വെക്കണേ. അവിടുന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൻ നൗമി. ഒരിക്കൽ കിനാവിൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഫറഅയ്തുഹു ലാ യൻദുറു ഇലയ്യ, നോക്കുമ്പോ എന്നിലേക്ക് നോക്കുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ നോക്കണില്ല. തങ്ങൾ നോക്കാത്ത പോലെ ഞാൻ തങ്ങളെ കനവിൽ കാണുന്നുണ്ട്, പക്ഷേ തങ്ങൾ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഫഖുൽതു യാ റസൂലല്ലാഹ്, അല്ലയോ അല്ലാഹുവിന്റെ ദൂതരെ സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ ശഅനി, എനിക്കെന്ത് പറ്റിപ്പോയി നബിയെ എന്നെ അവിടുന്ന് മൈൻഡ് ചെയ്യാതിരിക്കാൻ? അപ്പോൾ അവിടുന്ന് ചോദിച്ചു, മോനെ, നോമ്പുകാരനായി നീ ഭാര്യയെ ചുംബിച്ചിട്ടുണ്ടോ? അപ്പോൾ അതെനിക്കത്രയങ്ങ് സന്തോഷമായില്ല. അപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു അത്രേ, വല്ലദീ നഫ്സു ഉമറ, ഉമറിന്റെ ജീവിതം ആരുടെ പക്കലാണോ, ബിയദി, ആരുടെ അധികാരത്തിലാണോ എന്റെ ജീവനുള്ളത്, ആരുടെ നിയന്ത്രണത്തിലാണോ, അഥവാ പടച്ചവൻ സത്യം, ലാ ഉഖബ്ബിലു അന സായിമുൻ അബദാ, ഞാൻ നോമ്പുകാരനായിരിക്കെ ഭാര്യയെ ചുംബിക്കില്ലെന്ന്. ഇതൊരു വലിയ തെറ്റല്ല, സൗന്ദര്യപരമായ ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം തങ്ങൾ അരിമ ശിഷ്യന് നൽകുന്ന, ഇഷ്ടക്കാരനായ ഖലീഫയ്ക്കു നൽകുന്ന ഒരു നല്ല ഉപദേശപരമായ ഒരു സ്വപ്നമാണിതെങ്കിൽ ഇവിടെ എനിക്കും നിങ്ങൾക്കും ആലോചിക്കാനുണ്ട്. നമ്മുടെ ജീവിത നടപടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റിയതാണോ? കണ്ടാൽ തന്നെ പരിഗണന കിട്ടാൻ പറ്റിയതാണോ? നമ്മൾ അവിടുത്തെ തിരുചര്യകളെ ജീവിതത്തിൽ പാലിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം ലഭിക്കും. ആ ഇഷ്ടം ലഭിച്ചാൽ താല്പര്യത്തോടെ കാണാൻ കഴിയും. ഇമാമുകൾ, സ്വഹാബത്തുകൾ കണ്ടു, താബിഉകൾ കണ്ടു, ഇമാമുകൾ കണ്ടു. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ അന്ന് രാത്രിയിൽ കാണും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിക്കുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയില്ലേ? ഈ വരുന്ന റബീഉൽ അവ്വലിൽ ഒരു ദിവസവും മുടങ്ങാതെ മൗലിദ് ഓതണമെന്ന് നമ്മുടെ നേതൃത്വമായ റഈസുൽ ഉലമാ ഉസ്താദ് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മുടങ്ങാതെ മങ്കൂസ് മൗലിദെങ്കിലും പാരായണം ചെയ്യണം. അത് ബുശ്റാ ലനാ, നമുക്കുള്ള ആനന്ദത്തിന്റെ മാസമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റുന്ന കണ്ണില്ലെങ്കിൽ കണ്ണെന്തിനാണെന്ന്, അവിടുത്തെ കേൾക്കാൻ പറ്റാത്ത കാതാണെങ്കിൽ കാതെന്തിനാണെന്ന്, അവിടുത്തെ ഹസ്തദാനം ചെയ്യാൻ പറ്റാത്ത കൈകളാണെങ്കിൽ അതെന്തിനാണെന്ന് ആലോചിക്കുമ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളിലേക്ക് എത്തിച്ചേരാനാവുക. മഹാനായ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ മദീനത്ത് ചെന്നപ്പോൾ മഹാനവറുകൾക്ക് പറയാനുണ്ടായിരുന്നത് തു സിന്ദാ ഹേ വല്ലാഹ്, തു സിന്ദാ ഹേ വല്ലാഹ്, മേരേ ചശ്മേ ആലം സേ ചുപ് ജാനെ വാലേ. ഞാൻ മദീനത്ത് വന്നപ്പോൾ ഖബറു ശരീഫിന്റെ മുമ്പിലെത്തിയപ്പോൾ കേവലം ഒരു ഖബർ സിയാറത്ത് ചെയ്യാൻ വന്നതല്ല, അതാ ഖബറിന്റെ ഉള്ളിൽ ഉണർന്ന് വിശ്രമിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അനുഭവിച്ച മഹാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞതാണ് തു സിന്ദാ ഹേ വല്ലാഹ്, തു സിന്ദാ ഹേ വല്ലാഹ്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു തവാത്തറത്തിൽ അദില്ലത്തു വന്നുഖൂലു എന്ന കവിത എഴുതിയത് ഖബറു ശരീഫിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്ന മുത്തുനബി തങ്ങളെ കണ്ടുകൊണ്ടാണ്. അഇമ്മത്ത് മദീനയിൽ ചെന്നപ്പോൾ പച്ചക്കൊമ്പ കണ്ട് മടങ്ങിയവരല്ല, മുവാജഹത്ത് കണ്ടുകൊണ്ട് മടങ്ങിയവരല്ല, ഖബറു ശരീഫിന്റെ ഉള്ളിൽ വിശ്രമിക്കുന്ന പുണ്യനബി തങ്ങളെ കണ്ടുകൊണ്ട് വന്നവരാണ്. അവര് കണ്ടുകൊണ്ട് മടങ്ങിയപ്പോൾ അവരുടെ തടി തിരിച്ചു പോന്നപ്പോഴും ഉടല് തിരിച്ചു പോന്നപ്പോഴും അവരുടെ കൽബ് മദീനയിലായിരുന്നു. നമ്മൾ പക്ഷേ ഉടലോട് മദീനയിലെത്തിയാലും കൽബ് മദീനയിലെത്തുന്നുണ്ടോ? മദീനയിലെ രാജാവിനെ അനുഭവിക്കാറുണ്ടോ? മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോഴെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്താണെന്ന് അനുഭവിക്കാറുണ്ടോ? അല്ലാഹുവേ, ആശിഖുർ റസൂൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചാരത്ത് ഞങ്ങൾ ഈ രാത്രിയിൽ സംഗമിച്ചതിന്റെ സൗഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് ഞങ്ങളുടെ എല്ലാമായ പുണ്യപ്രഭുവിനോടുള്ള പ്രണയം ചേർത്തു തരണം അല്ലാഹ്. ഒരുപാട് തവണ മദീനത്തെത്തണം, ഒടുവിൽ മദീനയിലെത്തണം, അവിടെ ഒരു സലാം ചൊല്ലണം, അവിടുന്ന് സലാം മടക്കുന്നതൊന്ന് കേൾക്കണം. വമൗതൻ സുമ്മ ദഫനം ബിൽ ബഖീഇ, ആ പവിത്ര ഭൂമിയിൽ ആ തിരുമേനി ചുംബിച്ചു കിടക്കുന്ന പവിത്രമായ മണ്ണിൽ ആ ബഖീഇന്റെ ഓരത്ത് ചാരത്ത് കിടക്കുന്ന പുണ്യപ്രഭുവിന്റെ സുഗന്ധം ചേർന്ന് കിടക്കുന്ന പവിത്രമായ മദീനയിൽ മരിക്കാൻ കഴിഞ്ഞാൽ ഫല്യമുത്തു ബിൽ മദീന, അവിടെ മരിച്ചോളൂന്ന് പറഞ്ഞ പുണ്യമണ്ണിലേക്ക് ഞങ്ങൾക്കൊരിടം തരണം അല്ലാഹ്. മദീനത്ത് പോവാൻ പറ്റണ തടി വേണം, അത് പൈസ കൊണ്ട് കിട്ടുന്നതല്ല, പ്രണയം കൊണ്ട് കിട്ടുന്നതാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ രാവുകൾ അവിടുത്തോടുള്ള സ്നേഹചുംബനങ്ങളുടേതാവണം, ഞങ്ങളുടെ സഞ്ചാരം അവിടുത്തെ പ്രകീർത്തനത്തിൻ്റെതാവണം. ഈ ലോകത്ത് നിന്ന് ഞങ്ങൾ വിട പറയുമ്പോൾ ഹബീബിലേക്ക്, നിന്നിലേക്കുള്ള വിസ്വാലാക്കി ഞങ്ങൾക്ക് തരണം അല്ലാഹ്. ഞങ്ങളെ ആരെയും കൈവിടല്ല റഹ്മാനേ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് അവസാനിപ്പിക്കുകയാണ്.
ഇവിടെ തങ്ങളവറുകൾ ദുആ ചെയ്യും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് بصل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل على جميع الأنبياء والمرسلين. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട വെന്നിയൂർ ആലി ഉസ്താദിന്റെ മകൻ ബഹുമാനപ്പെട്ട മുസ്തഫ സഖാഫി അവറുകൾ പൊടുന്നനെ നമ്മെ വിട്ട് പിരിഞ്ഞുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ ആണ്ട് വരുമ്പോൾ പല കാര്യത്തിലും ഇവിടുത്തെ മുഴുവൻ വിഷയങ്ങളിലും സഹകരിക്കുന്ന ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടാവും. എല്ലാവർക്കും വേണ്ടി